ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസ് തുടങ്ങുന്ന മുമ്പായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇമ്പാക്ട് സഞ്ജു സാംസൺ ഈ ഒരു പരമ്പരയിൽ ഉണ്ടാക്കാൻ സാധിക്കൂല എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു പരമ്പര തുടങ്ങുന്ന മുമ്പ് ഇപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പല ആൾക്കാരും എനിക്കെതിരെ വളരെ നെഗറ്റീവ് കമന്റുകളും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു സാംസൺ മികച്ച പ്രകടനം പുറത്തെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാരണം മറുഭാഗത്ത് സഞ്ജു സാംസനെ കുറിച്ചും സഞ്ജു സാംസന്റെ കളിശൈലിയെ കുറിച്ചും എല്ലാം അറിഞ്ഞ ഒരു ക്യാപ്റ്റനാണ്, അറിയുന്ന ഒരു ക്യാപ്റ്റനാണ് ഇംഗ്ലണ്ട് ടീമിലുള്ള നമ്മുടെ ജോസ് ബട്ട്ലർ. കാരണം ബട്ട്ലറിനറിയാം സഞ്ജു സാംസനെ എങ്ങനെ വീഴ്ത്താം, ഏത് രീതിയിൽ ബോൾ എറിഞ്ഞു കഴിഞ്ഞാലാണ് അദ്ദേഹത്തിനെ ഔട്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യം ജോസ് ബട്ട്ലർക്ക് നന്നായിട്ട് അറിയാം. കാരണം IPL രാജസ്ഥാൻ റോയൽസിന് കളിക്കുന്ന സമയത്ത് ഇരുവരും ഒരുപാട് നാളുകൾ IPL ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. സഞ്ജു സാംസന്റെ വീക്ക്നെസ്സും അതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ബട്ട്ലർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ഔട്ടായ രീതി, ഷോർട്ട് ബോളിലാണ് ഔട്ടാവുന്നത്. അദ്ദേഹം ആ ഒരു രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നാലാമത്തെ മാച്ചിലും വേണ്ട രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യ ഒരു മത്സരത്തിൽ മാത്രമാണ് മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഇന്നത്തെ മത്സരം സഞ്ജു ഔട്ടായതിനു ശേഷം നമ്മുടെ സുനിൽ ഗവാസ്കർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിക്കറ്റ് വലിച്ചെറിഞ്ഞു പോകുന്ന സഞ്ജു സാംസനാണ് ഇപ്പോൾ കാണുന്നത്. സഞ്ജു സാംസൺ അനായാസം വിക്കറ്റ് വലിച്ചെറിയുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ സുനിൽ ഗവാസ്കർ സഞ്ജു ഔട്ടായ സമയത്ത് പറഞ്ഞിട്ടുള്ളത് കാര്യം. ഏതായാലും ഈ ഒരു സീരീസിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഫെയിലിയേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മത്സരം കൂടിയുണ്ട്. ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സഞ്ജു സാംസന്റെ ഇന്നത്തെ വിക്കറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.